അതിൻ്റെ ഗ്രേവി ആണെങ്കിലും ആ ഒരു ചിക്കനിൽ ചേർന്ന് ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഗ്രീൻ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പോകുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗ്രീൻ ചിക്കൻ ഗ്രേവി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മെയിൻ ഐറ്റം വെച്ച് ഗ്രീൻ ഐറ്റംസ് ആണല്ലോ, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, ആ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രൈൻഡിങ് ആട്ടോ. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സും മല്ലിച്ചപ്പും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട്, പച്ചമുളക് മെയിൻ ആണ്, നമ്മൾ മുളകും പൊടി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പച്ചമുളക് എടുത്തോണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചീനച്ചട്ടി ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ആ വാട്ടിയെടുത്ത ഉള്ളിയും കൂടെ നമുക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ആ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വാട്ടിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂ 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ്, കുരുമുളക് പൊടി ആവശ്യമുണ്ട്. കുരുമുളകാണ് എടുക്കേണ്ടത്. ഞങ്ങളിവിടെ കുരുമുളക് പൊടി അവൈലബിൾ ആയിട്ട് കിട്ടിയതുള്ളൂ. സോ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഗ്രീൻ മിക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ എൻട്രി കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരു സ്പൂണൊക്കെ ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുക എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുള്ളേ. നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെ കുക്ക് ചെയ്തെടുക്കണം. പക്ക ഫ്രൈ അല്ല, എന്നാലും ഒരു കുക്ക് ചെയ്തെടുക്കണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. മനസ്സിലായെന്ന് തോന്നുന്നു, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഏകദേശം 45 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴല്ല അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചിക്കനിൽ നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ടേസ്റ്റ് കൂടും. സോ ബട്ടറിനെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബട്ടർ ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ബട്ടർ ഇടുമ്പോൾ വേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. നിങ്ങൾക്ക് ഈ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ 45 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യേണ്ട രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ വീഡിയോസ് കാണുമ്പോഴല്ലേ കൂടുതൽ മനസ്സിലാവുക. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ മിക്സിൽ കുളിപ്പിച്ചെടുത്ത കുട്ടന്മാരെ നമുക്ക് ഓരോന്നായിട്ടല്ല മൊത്തത്തിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ തന്നെ കാണാൻ എന്തൊരു ഭംഗിയായി ആ ഒരു ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫ്രൈ ചെയ്താൻ ഇട്ടത് ഏകദേശം കുക്കായി വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ബാക്കി മിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ആ മിക്സ് ചെയ്തതും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കുക്ക് ആവണവരെ ഇങ്ങനെ മിക്സായി ഇളക്കി അടിയിൽ പിടിക്കാത്ത രീതിയിൽ തന്നെ ചെയ്ത് കുറുക്കി എടുത്ത് വരുന്നത് കേട്ടോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ഗ്രീൻ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയായിട്ട് കഴിക്കുന്നത്, പൊറോട്ടയുടെ കൂടെ ആയാലും ഗീ റൈസിന്റെ കൂടെ ആയാലും നമ്മുടെ നോർമൽ റൈസിന്റെ കൂടെ ആയാലും നല്ല അടിപൊളി കോംബോയും കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ ചപ്പാത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ ഗ്രേവി ആണെങ്കിലും ആ ഒരു ചിക്കനിൽ ചേർന്ന് ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളുണ്ട്. ഇത് ചിക്കനായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കി എന്തായാലും നന്നായി അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്യാത്തവരൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രീൻ ചിക്കൻ.
ഗ്രേവി നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പം ആയാലും പൊറോട്ടയുടെ ഒപ്പം ആയാലും അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ ഇപ്പൊ ചപ്പാത്തിയുടെ ഒപ്പമാണ് കഴിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ കറിയൊക്കെ മാറ്റി പിടിച്ചിട്ട് ഇതൊക്കെ ഇത് സ്ഥിരമാക്കുന്ന ടൈം ആയിട്ടുണ്ട്. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് പേര് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ദിസ് ഈസ് അമ്നൻ സൈനിങ് ഔട്ട്. ബൈ.